ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഏത്തക്ക കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ്. അത് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ 3 ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത്. പച്ച ഏത്തക്ക, അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. ഏത്തക്ക നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കുക. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. നൈസായിട്ട് നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ എല്ലാ ഏത്തക്കയും കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാതെ, കാരണം ഏത്തക്കയ്ക്ക് കറയുണ്ട്. ആ കറ മാറാൻ വേണ്ടി വെള്ളത്തിലിട്ട് നമുക്ക് നന്നായി കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തു, ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടത്തും മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ എത്തുന്നിടം വരെ. അതിൻ്റെ കൂടെ നമുക്ക് വെളുത്തുള്ളി, ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇടിച്ച് ചതച്ചാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ഏത്തക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുന്നതായതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. അടി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഫ്രൈ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ ഫ്രൈ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും റെഡിയാക്കാൻ ശ്രമിക്കുക. ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.